ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു നമുക്ക് അടുപ്പിലുണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് അച്ഛൻ അടുപ്പൊക്കെ പൊളിച്ച് മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് അടുപ്പൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ എന്നെ സഹായിക്കാൻ അച്ഛനും ജാനിയും അമ്മയും ഒക്കെ ഉണ്ട്. പണ്ട് അവരൊക്കെ അവരുടെ അസിസ്റ്റൻസ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ അവരെല്ലാം എൻ്റെ അസിസ്റ്റൻസായി. അങ്ങനെ അച്ഛൻ വെളിയിൽ അടുപ്പൊക്കെ കൊട്ടി തന്നു, അമ്മ തീ കത്തിച്ചു. പിന്നെ അച്ഛൻ തന്നെ എല്ലാം ചെയ്തു തന്നു. സാധനങ്ങൾ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി. എനിക്ക് കുക്കിംഗ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ബീഫ് അച്ഛൻ രാവിലെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വച്ചു. പിന്നെ കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിരുന്നു. അല്ല, ഫുൾ അടുപ്പിൽ ചെയ്താൽ ഒരുപാട് നേരം എടുക്കും, പിന്നെ ഒരുപാട് വിറകും വേണം. അതുകൊണ്ട് കുക്കറിൽ ഞാൻ ബീഫ് ഒരു 8 വിസിൽ കേൾപ്പിച്ച് വച്ചിരുന്നു. അപ്പോഴാണ് അയ്യോ മല്ലിയില വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഓടിച്ചെന്ന് അമ്മയുടെ കുറച്ച് മല്ലിയില അടിച്ചു മാറ്റി. പിന്നെ എല്ലാം ഒക്കെ റെഡിയായി. തീ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്ന് തീയെല്ലാം റെഡിയാക്കി വീണ്ടും റെഡിയാക്കി തന്നു. ഇതിനിടയിൽ ജിത്തുവും ജാനിയും കൂടെ പൊരിഞ്ഞ അടിയായിരുന്നു. അങ്ങനെ അമ്മ അവരെല്ലാം കൈകാര്യം ചെയ്യാൻ പോയി. പിന്നെ ബീഫ് കറി റെഡിയായി. അങ്ങനെ അമ്മ പിന്നെ കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കറി റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അടുപ്പിലുണ്ടാക്കിയപ്പോൾ. ജാനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ജാനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാധാരണ ജാനി അങ്ങനെ അധികം ബീഫൊന്നും കഴിക്കുന്നില്ല. വേണമെന്ന് പറയും, പക്ഷെ കഴിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.